ഹായ് ഫ്രണ്ട്സ്, PCB നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞു വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഇതാ സെപ്റ്റംബർ 15 ഗസറ്റിൽ വന്നിട്ടുണ്ട്. ഒക്ടോബർ 15 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആ നോട്ടിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റുകളെ കാര്യങ്ങൾ ആദ്യം പറയാണ്. നമ്മുടെ ഗസറ്റ് ഡേറ്റ് നിങ്ങൾക്ക് അപ്ലൈ നിങ്ങളുടെയൊക്കെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. സെപ്റ്റംബർ 15 ഇത് വരുന്നത്. അതുപോലെ നമുക്ക് വരുന്ന ഏതാ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 15 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഒക്ടോബർ 15 കാറ്റഗറി നമ്പർ മറക്കണ്ട. കാറ്റഗറി നമ്പർ 357/2025 ആണ്. നോട്ട് ഡൗൺ ചെയ്തു വെച്ചോ. എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരൊക്കെ പ്രൊഫൈലിൽ കയറിയിട്ട് ഈ പറയുന്ന PCB എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ അല്ലെ, PCB എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ലാസ്റ്റ് എനിക്ക് തോന്നുന്ന എക്സാം നടന്നത് 2022 എക്സാം നടന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ലിസ്റ്റ് ഓൾറെഡി നമുക്ക് വാലിഡ് ആണ്. അതുകൊണ്ട് തന്നെ ആന്റിസിപ്പേറ്റഡ് വാക്കൻസീസ് ആണ് പറയുന്നത്. എന്തായാലും നമുക്ക് നല്ലൊരു വാക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഈ പറയുന്ന എക്സാം നമ്മൾ പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോട്ടാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 39,000 മുതൽ 83,000 വരെയാണ്. അതായത് വൺ ഓഫ് ദ ടോപ്പ് പേ വരുന്ന നല്ല രീതിയിൽ പേയ്മെന്റ് ഉള്ള ഒരു പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു നിലവിലേക്കുള്ള ഒരു പോസ്റ്റ് ആണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ. നമ്മൾ PCB എന്ന് പറയുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന്റെ ഡേറ്റ് പറഞ്ഞു, കാറ്റഗറി നമ്പർ പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തു വെച്ചോ. നമുക്ക് 36 ആണ് ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് വരുന്നത്. അപ്പൊ OBCക്കും അതുപോലെ SC ST അതുപോലെ ബാക്കിയുള്ള കാറ്റഗറിക്കൊക്കെ അതിനനുസരിച്ചുള്ള റിലാക്സേഷൻ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ OBC ആണെങ്കിൽ ഒരു 3 കൊല്ലം കൂടെ, അതായത് 39 വയസ്സ്, അതുപോലെ SC ST ആണെങ്കിൽ 5 വർഷം, ആ രീതിയിൽ നിങ്ങൾക്ക് എന്താണ് റിലാക്സേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ 36 വയസ്സ് വരെയുള്ളവർക്കൊക്കെ ജനറൽ കാറ്റഗറി, അതുപോലെ ബാക്കിയുള്ളവർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് വെച്ചിട്ട് നമുക്ക് ഏകദേശം സിലബസും പറയാൻ പറ്റും. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ബിടെക് സിവില് അല്ലെ, ഇവിടെ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എന്താണ് ബിടെക് സിവില്, കെമിക്കല്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ പറയുന്ന സിവിലും കെമിക്കലും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ബിടെക് എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞ കുറവാണ്. അപ്പൊ ബിടെക് സിവില്, ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കൊക്കെ ഈ വരുന്ന PCBAക്ക് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമുക്ക് സിലബസും എങ്ങനെയായിരിക്കും, എക്സാമും എങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് കഴിഞ്ഞ തവണ അതേ വന്ന സിലബസ്. അതായത് ഏകദേശം നമുക്ക് 35 മാർക്കിനോളം എൻവയോൺമെന്റിൽ മാത്രമായിരുന്നു. പിന്നെ 25 മാർക്ക് കെമിക്കല്, 10 മാർക്ക് എഞ്ചിനീയറിംഗ് മാത്സ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് അല്ലെ, ബാക്കി നമുക്ക് എത്ര 40 മാർക്കാണ് നമുക്ക് ഏത് വന്നിരുന്നത്. ബാക്കി വരുന്ന മാർക്കിനായിരുന്നു നമുക്ക് സിവിലിലെ കുറച്ച് സബ്ജക്റ്റുകൾ, എല്ലാ സബ്ജക്റ്റും ഇല്ലായിരുന്നു, കുറച്ച് സബ്ജക്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു 90% നമുക്ക് ആ സെയിം സിലബസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ മാത്സ് ഒഴിവാക്കാം, അങ്ങനെ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരും. എന്നാലും കെമിക്കലും എൻവയോൺമെന്റലും നല്ല ഇമ്പോർട്ടന്റ് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. നമ്മുടെ പരിപാടികളൊക്കെ നേരത്തെ നമ്മൾ തുടങ്ങണം. അപ്പൊ ഇതാണ് ഏത് വരുന്നത്, നമ്മുടെ ഈ വരുന്ന PCBയുടെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏകദേശം ഇതേ സിലബസ് തന്നെ ആയിരിക്കും. അപ്പോ മറക്കണ്ട, നമ്മുടെ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PCBക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ നോട്ട് ഡൗൺ ചെയ്തോ. 357/2025 ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 36 ആണ്. ബിടെക് സിവില്, കെമിക്കല്, എൻവയോൺമെന്റൽ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അതിൽ തന്നെ MTech എൻവയോൺമെന്റലോ അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രീമിലോ MTech ചെയ്തവർക്ക് ഒന്നും കൂടെ ഒരു പ്രിഫറൻസ് അവൈലബിൾ ആണ്. അപ്പൊ അത് ഇന്റർവ്യൂലൊക്കെ അതിന് എന്തായാലും എഫക്ട് ചെയ്യും. അപ്പൊ മറക്കണ്ട, നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസുകൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ സിവിൽ ഓഫ്ലൈൻ ബാച്ചുകൾ, സെപ്റ്റംബർ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ കോഴിക്കോട് ക്യാമ്പസുകളിൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ. അതുപോലെ തന്നെ ടാർഗറ്റ് ആയി ഓൺലൈൻ ബാച്ചിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുക. നമ്മുടെ കഴിഞ്ഞ സിലബസ് വെച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചേഞ്ചസുകൾ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ചേഞ്ചസുകൾ വരുത്താം. ഓക്കെ, അപ്പൊ എല്ലാവരും നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.